ഗൈസ് അപ്പൊ ആരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ആരെങ്കിലും ഇറങ്ങുമ്പോൾ നമുക്ക് റിവ്യൂ ചോദിക്കാന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അപ്പൊ ആ ഗൈസ് അപ്പൊ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? ഇതുപോലത്തെ സൂപ്പർ സിനിമ ജീവിതത്തിൽ കുറെ നാളായിട്ട് കണ്ടിട്ടില്ല. ഇതാണ് സിനിമ. കുറെ അലവലാതി സിനിമകൾ കുറെ ഇറങ്ങുന്നുണ്ട്, ഒന്നിനും കൊള്ളൂല. മനുഷ്യന് പൈസ കൊടുത്തിട്ട് ഒരു ഗുണവും ഇല്ല. അത് കണ്ടിട്ട് പച്ച സിനിമ, ബാക്കിയെല്ലാം ഡെഡ് സിനിമ. ഇതാണ് സിനിമ. പഴയ സിനിമകളൊക്കെ എവിടെ? അത് കാണിച്ചാ ഞങ്ങൾക്ക് കാണിക്കാം. അല്ലെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാക്ക്. പഴയ മമ്മൂട്ടിയുടെയും സുമലതയുടെയും സുഹാസിനിയുടെയും ഒക്കെ സിനിമകൾ വരുത്ത്. അല്ലാണ്ട് കുറെ കാശ് കൊടുത്തിട്ട് ലക്ഷങ്ങളും കോടികളും ചെലവാക്കിയിട്ട് പൈസ ചെലവാക്കിയിട്ട് പണം ഉണ്ടായിട്ട് സാധാരണ മനുഷ്യന്മാരെ കണ്ടിട്ട് സഹിച്ചിട്ട് തിയേറ്ററിൽ ഇരുന്നിട്ട് സമയത്തിച്ചിട്ടാ പോണത്. നല്ല നല്ല സിനിമകൾ ഉണ്ടാക്ക്. അള്ളാഹുവാണ് എന്നെ ഇതിനു മുമ്പിൽ എത്തിച്ചത്. ഇത് തീർച്ചയായിട്ടും ഇടണം. എന്തായാലും ഇടും. ഇതൊക്കെയാണ് സിനിമ. ഞാൻ ഇത്താക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം. പടച്ചറപ്പേ നീ താത്താനെ വിസ്മി ചൊല്ലി നീ തിയേറ്ററിൽ കയറ്റണമേ. താത്താടെ തിയേറ്റർ നീ വിശാലമാക്കി കൊടുക്കണമേ അല്ലാ. താത്ത കാണുന്ന ഓരോ സിനിമകളും നല്ല സിനിമയായിരിക്കണേ താത്ത. നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ സിനിമ വന്ന് കണ്ടത്. അതുപോലെ താത്താടെ ആയുസ്സും ആരോഗ്യവും നീ നീട്ടി കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ താത്താക്ക് പഴയ വിലാസിനി, സുഹാസിനി, മമ്മൂട്ടി, മോഹൻലാൽ ഇവരുടെ സിനിമ നീ കാണാനുള്ള ആഫിയത്ത് നൽകണമേ അള്ളാഹുവെ. താത്ത കണ്ട ഓരോ സിനിമകളും വാല്യൂ ഫോർ മണി ആക്കണമേ അള്ളാ. അള്ളാഹുവെ താത്താടെ വിഷമം നീ മാറ്റി കൊടുക്കണമേ അള്ളാ. താത്ത കണ്ട മോശ സിനിമകളെല്ലാം മനസ്സിൽ നിന്ന് മറപ്പിക്കണമേ അള്ളാ. അള്ളാഹുവെ താത്ത കണ്ട പച്ചയായാലും നീലയായാലും മഞ്ഞ സിനിമയായാലും എല്ലാം നീ കണ്ണിന് കുളിർമയേകുന്ന സിനിമ കാണിച്ചു കൊടുക്കണേ അള്ളാ. താത്താടെ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു കൊടുക്കണമേ അള്ളാ. അള്ളാഹുവെ താത്ത തിയേറ്ററിൽ പോകുമ്പോ ഫസ്റ്റ് ഷോയ്ക്ക് ഫസ്റ്റ് സീറ്റ് ഫസ്റ്റ് റോയിൽ തന്നെ ഇരിക്കാനുള്ള തൗഫീഖ് നൽകണേ അള്ളാ. എല്ലാം ശരിയാവും താത്ത, ഞാൻ ദുആ എടുത്തിട്ടുണ്ട്. എല്ലാം ശരി.